ഏതു രാജ്യത്തിൻ്റെതാണെങ്കിലും ഓരോ ദേശീയ ദിനവും ദേശീയ പതാകയുടെ കൂടി ദിനമാണ്. കുട്ടികളും യുവാക്കളും വൃദ്ധരുമടക്കം പ്രായഭേദമന്യേ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ദേശീയ പതാക കയ്യിലേന്തുന്ന രംഗങ്ങൾ ദേശീയ ദിനങ്ങളിലെ ആവർത്തിക്കുന്ന കാഴ്ചകളാണെങ്കിലും ഒട്ടും വിരസതയുണ്ടാക്കുന്ന ഒന്നല്ല. ദേശീയ പതാക ഇല്ലെങ്കിൽ പിന്നെ ദേശീയ ദിനമില്ലെന്ന് തന്നെ പറയാം. റോഡിലും പാലങ്ങളിലും കെട്ടിടങ്ങളിലും ബീച്ചിലും തുടങ്ങി രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും കെട്ടിത്തൂക്കിയ ചെറുതും വലുതുമായ ദേശീയ പതാകകളാണ് ഓരോ ദേശീയ ദിനത്തെയും ഇത്രമേൽ ജനകീയമാക്കുന്നത്. 94ാമത് ദേശീയ ദിനത്തിന്റെ നിറവിലാണ് സൗദി. നാളെ ഏകീകൃത സൗദിക്ക് 94 വയസ്സ് പൂർത്തിയാകും. രാജ്യത്തിന്റെ സമ്പന്നമായ ഭൂതവും ശോഭനമായ ഭാവിയും ഉയർത്തിക്കാട്ടുന്ന ആഘോഷങ്ങൾ സൗദിയിലെങ്ങും ദിവസങ്ങൾക്ക് മുന്നേ തുടങ്ങിക്കഴിഞ്ഞു. എന്നാൽ ആഘോഷവേളകളിൽ സൗദി ദേശീയ പതാക ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 13 കാര്യങ്ങളെ സംബന്ധിച്ച് ആഭ്യന്തര മന്ത്രാലയം രാജ്യത്തുള്ളവരെ ഉണർത്തിയിരിക്കുകയാണ്. നിറം മങ്ങിയതോ മോശം സ്ഥിതിയിലുള്ളതോ ആയ പതാകകൾ ഉപയോഗിക്കാൻ പാടില്ലെന്നതാണ് ഇക്കൂട്ടത്തിൽ പ്രധാനപ്പെട്ടത്. ഇത്തരം പതാകകൾ ദേശീയ ദിനത്തോടനുബന്ധിച്ച് എവിടെയും ഉയർത്താൻ പാടില്ല. വ്യാപാര മുദ്രയായോ വാണിജ്യ പരസ്യങ്ങൾക്കോ നിയമത്തിൽ അനുശാസിക്കാത്ത മറ്റേതെങ്കിലും ആവശ്യത്തിനോ ദേശീയ പതാക ഉപയോഗിക്കുന്നതിനും വിലക്കുണ്ട്. സാധനങ്ങൾ കെട്ടുന്നതിനോ കൊണ്ടുപോകുന്നതിനോ ഉള്ള ഉപകരണമായി പതാക ഉപയോഗിക്കരുത്. മൃഗങ്ങളുടെ ശരീരത്തിൽ പതാക പുതപ്പിക്കുകയോ മുദ്രയായി പതിപ്പിക്കുകയോ ചെയ്യരുത്. ഉപയോഗശേഷം ഉപേക്ഷിക്കുന്ന വസ്തുക്കളിൽ പതാക അച്ചടിക്കുന്നതിന് നിരോധനമുണ്ടെന്നും മന്ത്രാലയം പറയുന്നുണ്ട്. പതാകയിൽ പദപ്രയോഗങ്ങളോ മുദ്രാവാക്യങ്ങളോ എഴുതാനോ ഡ്രോയിങ്ങുകൾ നടത്താനോ പാടില്ല. പതാക ഉറപ്പിക്കുകയോ പാറിപ്പറക്കാൻ കഴിയാതെ വലിച്ചു കെട്ടുകയോ ചെയ്യരുത്. ഒരു സാഹചര്യത്തിലും പതാക തലകീഴായി ഉയർത്തി സമൂഹ മാധ്യമങ്ങളിൽ ട്രോളിന് ഇടവരുത്തരുതെന്നും ആഭ്യന്തര മന്ത്രാലയം രാജ്യസ്നേഹികളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്.